സങ്കടത്തിലാണ് ആദൂട്ടൻ. എന്താ ആദൂട്ടൻ സങ്കടം? ആദൂട്ടൻ ആരും കളിക്കാൻ കൂട്ടുന്നില്ലെന്ന്. ഹലോ, എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ. ഈ വീഡിയോ നമ്മുടെ കഴിഞ്ഞ ഊട്ടി ട്രിപ്പിൻ്റെ ബാക്കി ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിതേ ടീ ഫാക്ടറിയിൽ നിന്നൊക്കെ ഇറങ്ങിയപ്പോൾ അതേ പിള്ളേരെ പറ്റിക്കാനൊരു സ്റ്റോളൊക്കെ ഇവിടെ തുറന്നിട്ടിട്ടുണ്ട്, കുഞ്ഞു കുഞ്ഞു കളി സാധനങ്ങളൊക്കെ വാങ്ങാനൊക്കെ ആയിട്ട്. അപ്പോൾ അതൊട്ട് വാശി പിടിച്ചിട്ട് എന്തൊരു കാറ് പോക്കിമാൻ്റെ കാറൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങി. ആൻ്റെ പിന്നെ എന്നെ തിരച്ചില്ല, എന്നിട്ട് അവസാനം ഒന്നും വാങ്ങിയില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വിഷമൊക്കെ അവരുടെ മുഖത്തുണ്ടായിരുന്നു. പിന്നെ കുതിര സവാരിക്കൊക്കെ വേണ്ടി നിന്റെ സൂപ്പർ ഒന്നല്ല, ആൻ്റെ പിന്നെ സൂപ്പർ തന്നെയാണ്. അപ്പൊ നീ എന്തീ കുശുമ്പ് പറയണ്? അപ്പൊ എന്റെ പെന്റെയോ? അല്ല, സൂപ്പർ എന്ന് പറയടാ. നീ നല്ലത് പറഞ്ഞു പഠിക്കടാ. ആൻ്റപ്പൻ്റെ എന്നെ മുഖം വീർപ്പിച്ച് പിടിച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയും? ആദോട്ടിന് വാങ്ങി, ഇവർക്കൊന്നും വാങ്ങിയില്ല. ഇവരോട് വാങ്ങാൻ പറഞ്ഞിട്ട് നല്ല സാധനങ്ങളൊന്നും ഇവർ വാങ്ങണമില്ല. നമ്മൾ പറയുന്നത് അവർക്കൊന്നും വേണ്ട. ഇവർക്ക് പെട്ടെന്ന് നാശമായി പോകുന്ന അത് ഒരുപാട് വില അവിടെ. അപ്പം അതുകൊണ്ടാണ് പിന്നെ ഇവർക്ക് വാങ്ങാഞ്ഞത്. വേറെ സ്ഥലത്ത് നമുക്ക് വാങ്ങി കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഒരു വിധത്തിൽ അങ്ങ് ആശ്വസിപ്പിച്ചു കേട്ടോ. ആൻ്റപ്പനാണെങ്കിൽ മുഖം തരാണ്ട പോണേ. എന്നെ ഇങ്ങനെ കുറേ ചീറ്റൊക്കെ പറയുന്നുണ്ട്. ഞാൻ പിന്നെ പറഞ്ഞു പോട്ടടാ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അപ്പം ഞങ്ങൾ വീണ്ടും ബസ്സിലേക്ക് എത്തി. അപ്പോൾ അത് ഈ മറ്റേ സുബിന്നാണ് കേട്ടോ എൻ്റെ പേര്. അപ്പോൾ ഇവൻ്റെ ചെവിയിൽ വെച്ചിരിക്കുന്ന സാധനം അത് അങ്ങനെ അന്നമ്മയ്ക്ക് ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട്. നല്ല രസമാണ് കേട്ടോ. അതിങ്ങനെ കൈ കൊണ്ട് ജസ്റ്റ് പുഷ് ചെയ്താൽ ചെവിയുമത്തൊരു സാധനം അനങ്ങും. നല്ല രസം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പോയതൊരു ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ്. അവിടെ ഒരുപാട് വെറൈറ്റി ചെടികളും പൂക്കളൊക്കെ ഉണ്ട്. പക്ഷേ ഭയങ്കര ഭംഗിയുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല. കാര്യം കുഞ്ഞു കുഞ്ഞു ചെടികളൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ പൂക്കളിൻ്റെ ഒന്നും ഒരു സീസൺ അല്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം കേട്ടോ. അതുകൊണ്ട് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ സാധാരണ ഇപ്പം നമ്മൾ ഫ്ലവർ ഷോയ്ക്ക് പോകുമ്പോൾ ഒക്കെ നല്ല ഭംഗിയിൽ ഇങ്ങനെയൊക്കെ നിൽക്കണം കാണുമ്പോൾ ഒരു ഭയങ്കര ഒരു വാവ് അങ്ങനത്തെ ഒരു അഭിപ്രായമൊന്നും എനിക്കുണ്ടായില്ല. പിന്നെ ഊട്ടിക്ക് വരുമ്പോൾ ഇവിടെ ഈ ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് എല്ലാവരും പോകാറുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് പോകുന്നു മാത്രം. മോഹനേട്ടനും ബിന്ദേച്ചിയും പതിവ് പോലെ ഫോട്ടോ എടുപ്പ് തുടങ്ങി. മോഹനേട്ടൻ പോസ്റ്റ് ചെയ്യുമ്പോൾ ബിന്ദേച്ചി എടുക്കും, ബിന്ദേച്ചി പോസ്റ്റ് ചെയ്യുമ്പോൾ മോഹനേട്ടൻ എടുക്കും. പിന്നെ കൂടാണ്ട് സെൽഫികളും അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കും കേട്ടോ. അപ്പം നമുക്ക് ശരിക്കും എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഇവരെ കാണുമ്പോൾ. അവരെപ്പോൾ പോയാലും ഇവരുടേതായിട്ടൊരു സ്പേസ് കണ്ടുപിടിച്ച് ഫോട്ടോ എടുക്കലും പരിപാടികളൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. ഇതിപ്പോൾ എന്നോട് ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ എടുത്ത് കൊടുത്തതാണ്. പിന്നെ കുറച്ച് ദൂരം നടന്നപ്പോൾ ഇങ്ങനൊരു ചെറിയൊരു വീട് പോലൊരു സെറ്റപ്പ് പോലെ ഒക്കെ ഉണ്ടാക്കി. വീടല്ല, ഒരു ചെറിയ മേൽക്കൂര പോലൊക്കെ എന്തൊക്കെ ഉണ്ടാക്കി. ഇതിൻ്റെ ഉള്ളിൽ കുറേ ചെടികളൊക്കെ ഇവർ വെച്ചിട്ടുണ്ട്. ഇതിനെന്തോ പറയൂ കേട്ടോ ഇങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്യണേനെ. അതിന് ഞാൻ മറന്നുപോയി. എന്തോ ഒരു ഹൗസ് എന്ന് പറയും, ഞാനത് പെട്ടെന്ന് മറന്നു പോയിട്ടോ. പൂക്കളുടെ ശരിക്കുള്ള ലോകം കാണാൻ പറ്റിയത് എവിടെയാണ് കേട്ടോ. ബാക്കി ഇത്രയും ദൂരം നടന്നിട്ടും ഇങ്ങനെ കുറേ പൂക്കളുള്ളൊരു സ്ഥലം ഞാൻ കണ്ടിട്ടില്ല ഈ ബൊട്ടാണിക്കൽ ഗാർഡനിൽ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ വൈറ്റ് കളറിൽ ഈ ഒരു ബുഷ് പോലത്തെ ഈ ചെടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ സാധാരണ റോസും പിന്നെ ജറബറ അങ്ങനത്തെ ജമന്തി അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞ് ടൈപ്പ് നമ്മൾ സാധാരണ ടൈപ്പ് പൂക്കൾ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ വേറെ സ്പെഷ്യാലിറ്റി എന്നൊന്നും പറയാനായിട്ടൊന്നുമില്ല. സാധാരണ കുറച്ച് പൂക്കൾ. പിന്നെ ഇവിടെ ഊട്ടിയുടെ തണുപ്പൊക്കെ കാരണം നല്ല രീതിയിൽ അങ്ങ് ഉണ്ടാവുമല്ലോ പൂക്കളൊക്കെ. അത് കാരണം കാണുമ്പോൾ ഒരു കണ്ണുകൾക്ക് നല്ലൊരു രസമുണ്ടായിരുന്നു എന്ന് മാത്രം. ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് ഞങ്ങൾ എത്തിയപ്പോൾ ഏകദേശം ഒരു 2:30-3 മണിയൊക്കെ അടുപ്പിച്ചായിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല വെയിലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ സ്വെറ്ററൊന്നും എടുത്തിട്ടില്ല. പിന്നെ എനിക്ക് ബൊട്ടാണിക്കൽ ഗാർഡനിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു എന്താ പറയുക, ഒരു പുൽമൈതാനം എന്ന് തന്നെ പറയാം. നല്ല രസമായിരുന്നു കേട്ടോ. എല്ലാവരും ഒന്ന് ഇരുന്ന് റെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് എടുക്കുന്ന ഒരു സ്ഥലമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വന്ന എല്ലാവരും ഫാമിലിയൊക്കെ ആയിട്ട് ഇരുന്നു. പിന്നെ അതോട്ടിനൊരു പോളം വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൻ്റപ്പനും അതോട്ടിന് ഇങ്ങനെ പോളം വീർപ്പിച്ച് കളിച്ചു. അപ്പോൾ ഞങ്ങളെല്ലാം ഫാമിലി ആയിട്ട് ഇങ്ങനെ കുറച്ച് ഗ്രൂപ്പുകളൊക്കെ ആയിട്ട് തിരിഞ്ഞ് അങ്ങനെയൊക്കെ എടുക്കുന്നു. കുറേ പേര് ഫോട്ടോ സെക്ഷൻ അങ്ങനെയൊക്കെ പരിപാടികളൊക്കെ ആയിരുന്നു. അപ്പോൾ ചേട്ടൻ പറഞ്ഞതാ സ്വെറ്റർ എടുത്തോ എന്ന്. പക്ഷേ എൻ്റെ കുറുമ്പ് കൊണ്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. കുഴപ്പമില്ല, നല്ല വെയിലുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അത് എൻ്റെ ദൈവമേ, ഞങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന ടൈം ഒരു 4:30-5 മണിക്ക് ആയിട്ടുള്ളൂ. തണുത്ത കാറ്റ് വീശാൻ തുടങ്ങി. നല്ല തണുപ്പെന്ന് പറഞ്ഞാലുണ്ടല്ലോ, നല്ല തണുപ്പായി. പിന്നെ എനിക്ക് എങ്ങോട്ടും പോകണ്ട, എങ്ങനെയെങ്കിലും റൂമിലേക്ക് പോയാൽ മതി എന്നാണ്. പിന്നത്തെ യാത്ര ബൊട്ടാണിക്കൽ ഗാർഡൻ കഴിഞ്ഞാൽ നേരെ റൂമിലേക്ക് പോകാമെന്നാണ്. നാളെ പൈൻ ഫോറസ്റ്റ്
അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലേക്ക് പോകാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ നാളെ പൈൻ ഫോറസ്റ്റിൽ വെച്ചിട്ട് റീൽസ് എടുക്കാനായിട്ടുള്ള ഡാൻസ് പഠിത്തത്തിലാണ് വാവച്ചി അന്നമ്മയും ഉണ്ടാവും. ചേട്ടനാണെങ്കിൽ കുറേ ദൂരം നടന്ന് ക്ഷീണമായിട്ട് ഉറക്കം വന്നിട്ട് പാടില്ല. അപ്പോൾ ചേട്ടൻ സ്ട്രക്ചർ തലയിൽ വെച്ചിട്ട് ചേട്ടൻ അവിടെ കിടന്ന് ഒരു 10 മിനിറ്റ് സുഖമായിട്ട് കിടന്ന് ഉറങ്ങി കേട്ടോ. പിന്നെ പിള്ളേർക്ക് ഈ മൈതാനത്തിൻ്റെ ഒരു സൈഡിലൊരു മരം ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ചില്ലകളൊക്കെ ആയിട്ട് ശരിക്കും കയറി നിന്ന് കളിക്കാൻ പറ്റണത്. പക്ഷെ അവിടെ കയറരുതെന്ന് പറഞ്ഞ് നല്ല തമിഴിലും ഇംഗ്ലീഷിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ആ ബോർഡ് കണ്ടില്ലായിരുന്നു. പിന്നെ ഇവരോട് കയറരുതെന്ന് പറഞ്ഞ പിള്ളേർ കേൾക്കില്ല. പിന്നെ അത് അവിടുത്തെ ഒരു തമിഴത്തെ ചേച്ചി വന്ന് ചീത്ത പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് കാര്യം മനസ്സിലായത് കേട്ടോ. അതിൻ്റെ ഇടയിൽ ആദോട്ടൻ എന്തൊക്കെയോ പറഞ്ഞിങ്ങനെ വാശി പിടിക്കണം, എനിക്ക് അത് തന്നില്ല കളിക്കാൻ കൂട്ടണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നുണ്ട്. പിന്നെ അവന് സമാധാനിപ്പിച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പം പിന്നെ ഇരുന്നപ്പം നമുക്ക് അങ്ങോട്ട് ക്ഷീണമായിട്ടാണ്. പിന്നെ ഒരു സ്ഥലത്തേക്ക് നടക്കാനേ തോന്നണില്ല. പിന്നെ അവിടെയൊക്കെ ഒരുപാട് സ്ഥലം കാണാണ്ട് എഴുന്നേക്ക് ഫെൻസി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വീണ്ടും നടക്കാൻ തുടങ്ങി. അപ്പോൾ അവിടുത്തെ ഇങ്ങനെ ചെടികൾ കൊണ്ട് നമ്മുടെ ഇങ്ങനെ ഇന്ത്യയുടെ ഷേപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കൊള്ളായിരുന്നു. പിന്നെ വേറൊന്നും കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ അന്നത്തെ വീഡിയോ എടുക്കൽ നിർത്തി. പിന്നെ ഇത് പിറ്റേ ദിവസമാണ്. അപ്പോൾ ഞങ്ങൾ ഇതേ പൈൻ ഫോറസ്റ്റ് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അത്യാവശ്യം നല്ല ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ. ഇതെൻ്റെ പുതിയ ഒരു ഡ്രസ്സാണ് കേട്ടോ. ഞാൻ ടൂർ പോകാൻ വേണ്ടി വാങ്ങിയതാണ്. ഒരു ക്രോപ്പ് ടോപ്പും ഒരു ബൂട്ട് കട്ട് ജീൻസും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിയതാണ്. അപ്പോൾ ഞാൻ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടി ഒപ്പം പോയി വാങ്ങിയതാണ്. പിന്നെ ഈ ടോപ്പ് ചേട്ടൻ പറഞ്ഞിട്ടെടുത്തതാണ്. അതിൻ്റെ ഇടയിൽ ഈ കുരങ്ങൻ ഒരു ചേച്ചിയുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് മിച്ചർ വാങ്ങിയെടുത്തിട്ട് കഴിക്കായിരുന്നു. അപ്പോൾ എന്നോട് ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, കുരങ്ങന്മാരെയൊക്കെ സൂക്ഷിക്കണം, നമ്മുടെ കയ്യിൽ നിന്ന് സാധനമൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നത് നേരിട്ട് കാണാനായിട്ടുള്ളൊരു ഭാഗ്യം ഉണ്ടായി. അപ്പോൾ ഇതാണ് തൊണ്ട കടഞ്ഞിട്ടേ ഊട്ടിയിൽ പോയിട്ട് വന്ന എൻ്റെ തൊണ്ടടിച്ചിൽ ഇതേവരെ മാറിയിട്ടില്ല. ഇതാണ് കേട്ടോ പൈൻ ഫോറസ്റ്റ്. പൈൻ ഫോറസ്റ്റ് നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ. കാരണം അധികം വെയിലില്ല, നല്ല കൂളിംഗ് ആയിരുന്നു. നമുക്ക് ഫോട്ടോ സെക്ഷനൊക്കെ പറ്റിയ സ്ഥലമായിരുന്നു. അപ്പോൾ ഇവിടെയാണ് അന്നമ്മയും എൻ്റെ അപ്പനും റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് പ്രാക്ടീസൊക്കെ ചെയ്ത് സെറ്റായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. ഫോട്ടോ എടുക്കാൻ നല്ല കിടിലൻ സ്പേസ് ആട്ടോ ഇത് പൈൻ ഫോറസ്റ്റ്. സ്ലോപ്പ് ആയതുകൊണ്ട് കൊരങ്ങന്മാരെ സൂക്ഷിക്കണം. ഒരു ചേച്ചിയുടെ കയ്യിൽ നിന്ന് മിച്ചറൊക്കെ തട്ടിപ്പറിച്ച് വാങ്ങിയെടുത്ത് കഴിച്ചു. ഊട്ടിയിൽ പോയാൽ ഈ പൈൻ ഫോറസ്റ്റ് നമ്മൾ മിസ്സാക്കരുത് കേട്ടോ. അത്രയും നല്ലൊരു സ്പേസാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ ഓരോ പൈൻ മരങ്ങളൊക്കെ ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാം. ഇതാകില്ല കേട്ടോ. എൻ്റെ അനിയത്തിക്കുട്ടിയാണ് കേട്ടോ. സാധാരണ ഞങ്ങളിങ്ങനെ ട്രിപ്പൊന്നും വരാറില്ല. ഒരു റിസോർട്ടിൽ പോയിട്ട് ഒരു 5-6 ഫാമിലിയൊക്കെ ആയിട്ട് റിസോർട്ടിലാണ് ഞങ്ങളിങ്ങനെ ടൂറൊക്കെ പോകാറ്. ഇത്രയും വലിയ ഫാമിലി ആയിട്ടുള്ള ട്രിപ്പ് ആദ്യമായിട്ടാണ്. അത് കാരണം തന്നെ നമുക്ക് ഈ പിള്ളേരെ നോക്കി നടക്കണ കാരണം എല്ലാവരുമായിട്ട് കുറേ നേരം ഇരുന്ന് വർത്താനം പറയാനായിട്ടുള്ള സന്ദർഭമൊക്കെ കിട്ടല് കുറവായിരുന്നു കേട്ടോ. ആ ഒരു കാര്യത്തിലൊരു വിഷമമുണ്ട്. അല്ലെങ്കിൽ റിസോർട്ടിലാണെങ്കിൽ പിന്നെ നമുക്കൊരു സേഫ്റ്റി ഉണ്ടല്ലോ. ഇതാണെങ്കിൽ പിള്ളേർ എങ്ങോട്ടാണ് പോണേ, എങ്ങോട്ട് ഓടണമെന്ന് നോക്കി നിൽക്കണം. ഇതിൻ്റെ തൊട്ട് താഴെയാണെങ്കിൽ ഒരു റിവറുണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ അങ്ങോട്ട് പോകാനും പറ്റില്ല. അന്നമ്മേരിയും വാവച്ചേരിയും റീൽസ് ഇങ്ങനെ പഠിപ്പിച്ച് കൊടുക്കണം, ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് കൊടുക്കണം കാരണം എനിക്ക് അങ്ങോട്ട് പോകാനും പറ്റിയില്ല. എല്ലാവരുടെ അവസ്ഥ അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. 1-2 പിള്ളേർ വെച്ച് എല്ലാവരുടെ കയ്യിലുണ്ട്. ഞങ്ങൾക്ക് ഇത്തിരി ഒരാൾ കൂടുതലുണ്ടെന്ന് മാത്രം. എനിക്ക് 3 പിള്ളേർ ഉള്ളതിൽ വെച്ചിട്ട് 3 പിള്ളേർ എനിക്കായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ചേട്ടന്മാർ അവരുടേതായ രീതിയിൽ ഇങ്ങനെ ഡാൻസ് കളിക്കലും വർത്താനം പറയലും ട്രോളലും അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. കാരണം നല്ല റിസ്ക് പിടിച്ച ജോലിയുടെ ഉള്ളിൽ നിന്ന് ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ടാണ് ഈ ട്രിപ്പ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും പരമാവധി മാക്സിമം നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്തു. ഫാമിലി ആയിട്ട് തന്നെ എൻജോയ് ചെയ്തു. കാരണം ഫാമിലി ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. പിന്നെ ചേട്ടന്മാർ ഒരു പൈൻ മരത്തിലിരുന്ന് വന്ന എല്ലാവരും കൂടിയിട്ടൊരു ഫോട്ടോ എടുപ്പും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഇതിനേക്കാളും മുന്നേ ഞങ്ങളാണ് കേട്ടോ എടുത്തത്. അപ്പം ഞങ്ങളെക്കാളും എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ചേട്ടന്മാർ ഞങ്ങളെ വെട്ടിച്ച് നല്ല രീതിയിൽ പോസ്റ്റൊക്കെ ചെയ്ത് നല്ല ഭംഗിയിൽ അവരുടെ വീഡിയോസൊക്കെ എടുക്കാൻ പറഞ്ഞോട്ട് ഇതെന്നെ കൊണ്ട് പറഞ്ഞിട്ട് എടുപ്പിച്ചതാണ് അവർ. അങ്ങനെ പിന്നെ എല്ലാവരും സന്തോഷം കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. എല്ലാ ഫാമിലിയും കൂടി ഒരുമിച്ച് പോകുമ്പോൾ അതൊരു പ്രത്യേക ഒരു വൈബായിരുന്നു കേട്ടോ. പിന്നെ ഈ ഞങ്ങളുടെ ഈ ട്രിപ്പിന് വന്നതിൽ ഏറ്റവും കുഞ്ഞു ഭാവിയായിരുന്നു കേട്ടോ. ഇവ മിയക്കുട്ടി എന്നാണ് വിളിക്കുക. അപ്പോൾ ആൻ്റപ്പനാണെങ്കിൽ കുഞ്ഞു ഭാവകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ കളിപ്പിക്കാനും അങ്ങനെ ഓരോന്നും കാണിക്കാനൊക്കെ ആൻ്റപ്പന് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞങ്ങൾ വെറുതെ മരത്തുമ്പോൾ ഇരുന്നിട്ട് വെറുതെ ടാറ്റ കൊടുത്തുള്ളൂ. അപ്പോൾ ഈ ചേട്ടൻ കള്ളന്മാർക്ക് അറിയാം ഇങ്ങനെ നല്ല നല്ല പോസുകളൊക്കെ പറഞ്ഞു തന്നൂടെ. അവർക്ക് ഞങ്ങൾക്ക് പറഞ്ഞു തന്നില്ല. എന്നിട്ട് അവരുടെ ഫോട്ടോ എടുക്കുന്നതിന് അവരാ പോസ് എടുത്തിട്ട് അങ്ങ് പ്രയോഗിച്ചു. പിന്നെ അതെന്തെങ്കിലും ആവട്ടെ എന്ന് അങ്ങ് വിചാരിച്ചു ഞങ്ങൾ.
പിന്നെ ഞങ്ങളിരിക്കണേൽ കുറച്ച് ഗേൾസൊക്കെ കുറച്ച് അമ്മമാരൊക്കെ മിസ്സിങ് ആണ്. കാരണം അവരൊക്കെ റിവർ കാണാൻ പോയി. അത് കാരണം എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ അവരിങ്ങനെ ഇവിടെ പൈൻ മരത്തിൻ്റെ ഇങ്ങനെ കായകളൊക്കെ വീണിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പോളിഷൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ അലങ്കരിച്ച് വരയ്ക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് കുറച്ച് പേരൊക്കെ അതൊക്കെ എടുക്കാൻ പോയി. പിന്നെ ഉള്ളവരെ വെച്ചിട്ട് അങ്ങ് ഞങ്ങൾ വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്തു. പിന്നെ ഞങ്ങളുടെ മൊത്തം ഫാമിലി 12 ഫാമിലി ഇപ്പം ചേട്ടന്മാരും ഞങ്ങളും എല്ലാവരും കൂട്ടിയിട്ട് നിൽക്കണം. മൊത്തം ഫാമിലി ഫോട്ടോ എടുക്കാനായിട്ട് വിട്ടുപോയിട്ടാ പറ്റിയില്ല. അപ്പോൾ ഇപ്പം ഞാൻ അത് എഡിറ്റ് ചെയ്തിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്, അങ്ങനെ എടുക്കാൻ പറ്റിയില്ലല്ലോ ഒന്നും. പിന്നെ ഇതും കൂടി കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു ലേക്കിൻ്റെ ഒരു ബോട്ടിങ്ങിൻ്റെ അവിടേക്കും പോയി. അവിടെ നിന്ന് എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നല്ല സന്തോഷകരമായിട്ട് ഞങ്ങളുടെ ട്രിപ്പൊക്കെ അവസാനിച്ചു. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ, സീ യു.